ഫ്രണ്ട്സ്, പിങ്ക് ബ്ലൂംസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ലെഹങ്കയും അതുപോലെ തന്നെ ഒരു ക്രോപ്പ് ടോപ്പിന്റെയും കട്ടിങ് സ്റ്റിച്ചിങ്ങിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഓർഗാൻസ മെറ്റീരിയൽ ഉണ്ടായിരുന്നു, ഒരു സാരി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടാണ് ഞാനൊരു ഫുൾ സർക്കിൾ അംബ്രല്ല ഞാൻ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മോൾക്കൊരു ഫംഗ്ഷന് വേണ്ടി വന്നതുകൊണ്ട് ഞാനിപ്പോൾ തയ്ച്ചെടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ അതെ, ഇതുപോലെ ഫുൾ സർക്കിളിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, ഇതുപോലെ ഞാൻ ബാൻഡൊക്കെ വെച്ചിട്ട് കണ്ടോ, ഇതുപോലെ ബാൻഡൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എലാസ്റ്റിക് വേണ്ട, ഹുക്ക് വെച്ചു കണ്ടോ. അതുപോലെ സൈഡിൽ സിബ് വെച്ച് കൊടുത്തിട്ടാണ് ഈ പാവാട ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു എന്താ പറയുക, സാറ്റിൻ മെറ്റീരിയൽ ആണ് വെച്ചിരിക്കുന്നത്. ഒരു സാറ്റിൻ്റെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഓർഗാൻസ് ഒക്കെ ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ. പിന്നെ അടിയിൽ റോൾ ഹെമ്മൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പറ്റിയ ഒരു ക്രോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇവൾക്ക് എന്ന് വെച്ചാൽ സ്ലീവ്ലെസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സ്ലീവ്ലെസ് ഇതുപോലെ സ്ലീവ്ലെസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വീനെക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ബാക്കിലായിട്ട് ഒരു ബോ വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു ബോ ഇങ്ങനെ അങ്ങനത്തെ വെച്ച് കൊടുക്കണം. അപ്പൊ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ചെയ്ത് കൊടുക്കണം. പെട്ടെന്നാണ് ചെയ്തത്. തുണിയിലാണ് കേട്ടോ ഞാൻ ആ ലെഹങ്ക തയ്ച്ചിരിക്കുന്നത്. ഇതൊരു സാരി മെറ്റീരിയലാണ്. അപ്പോൾ ഇത് എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കേണ്ട വന്നിട്ട് ഒരു 3 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ എല്ലാം എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഇതുപോലെയുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം കേട്ടോ, ഫുൾ സർക്കിളിൻ്റെയും അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പിൻ്റെയും. അപ്പോൾ അതിൽ തുണിയുടെ മെഷർമെൻ്റ് അടക്കം എത്ര തുണി വേണമെന്നുള്ളതുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ തുണി മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ 4ആയിട്ടാണ് മടക്കി വെക്കുക കേട്ടോ. ഫോൾഡഡ് സൈഡിലാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ചു. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ അളവെടുക്കുക, അതിൻ്റെ 1 ഇഞ്ച് കൂട്ടുക. കൂടുതലെടുത്തിട്ട് ബാൻഡാണല്ലോ ഇതിൽ, ഇലാസ്റ്റിക് അല്ല. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അളവെടുക്കുക. എന്നിട്ട് അതിനെ 6.28 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കൊരു അളവ് കിട്ടും. അത് റൗണ്ട് മെഷർമെൻ്റ് ആക്കി എടുത്തിട്ട് നമ്മൾ അവിടെ ഒരു സർക്കിൾ, ഇന്നർ സർക്കിൾ ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ഔട്ടർ സർക്കിൾ കിട്ടും. അപ്പോൾ നമ്മുടെ ഫുൾ ലെങ്ത് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ 38 ഇഞ്ചാണ് വരിക, 2 ഇഞ്ച് ബാൻഡിന് കുറച്ചിട്ട് കണ്ടോ. നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുക കേട്ടോ. ദേ ഈ ചുറ്റും ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുക. ബാൻഡിന് എന്തായാലും 2 ഇഞ്ച് പോകും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുക. ആ ഇന്നർ സർക്കിളും ഔട്ടർ സർക്കിളും നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ലൈനിങ് ഇതുപോലെ 2ആയിട്ടേ മടക്കാൻ പാടുള്ളൂ, 4ആയിട്ടല്ല, 2ആയിട്ട് മടക്കി വയ്ക്കുക. പിന്നെ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തു നിന്നാണ് ഞാനിതുപോലെ മെഷർമെൻറ്റ് തുടങ്ങുന്നത്. അതിന് വേണ്ടിയിട്ട് വേസ്റ്റിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 3.14 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവാണ്. അപ്പോൾ എനിക്ക് അറൗണ്ട് 9 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അളവിൽ ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ വരും. നമ്മൾ ആ 2 വെക്കുമ്പോഴും ഒരുപോലെ തന്നെ വരിക കേട്ടോ. അതായത് ഫുൾ സർക്കിളും ഹാഫ് സർക്കിളും ഒരേ അളവിൽ തന്നെയായിരിക്കും വരിക, സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളതുപോലെ വെട്ടിയെടുക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് ഭാഗം എനിക്കിവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം കുറവുള്ളതിന് കുറച്ച് ഭാഗം ഇവിടെ എക്സ്ട്രാ തുണി വെച്ചിട്ട് ഞാൻ ആ സർക്കിൾ കറക്റ്റ് ചെയ്ത് വെക്കും കേട്ടോ. ഇതുപോലെ വെച്ചു കൊടുത്തു. എന്നിട്ട് ഞാനിതുപോലെ ഒന്ന് വരച്ചെടുത്തു കേട്ടോ. ആ കറക്റ്റ് ആ സർക്കിളിൻ്റെ, ഹാഫ് സർക്കിളിൻ്റെ വരച്ചെടുത്തു. അതിന് ശേഷം കണ്ടോ, നമുക്ക് ബാൻഡ് വയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു 4.5 ഇഞ്ചിൽ ഞാനൊരു തുണി എടുത്തു. അതിന് മടക്കി നമ്മൾ വരുമ്പോൾ അതിനൊരു 2 ഇഞ്ച് വരെ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളൊരു ലൈനിങ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ ബാൻഡ് ചെയ്യുക. സൈഡിൽ സിപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ. എന്നിട്ട് നമ്മൾ ഈ ബാൻഡായിട്ട് നമ്മൾ ഈ സ്കേർട്ടും യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഈ തുണിയിലാണ് ഞാൻ അതിൻ്റെ ഒരു ഒരു ക്രേപ്പല്ല, അതുപോലെ ഒരു ക്രഷ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. അപ്പോൾ അതുപോലെ 1 മീറ്ററാണ് തുണി എടുത്തിരിക്കുന്നത്. എങ്ങനെയാണോ നമ്മൾ പ്രിൻസസ് കട്ടിൽ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. നമ്മൾ ഇതിലൊരു വ്യത്യാസമില്ല. ഞാൻ മുമ്പ് ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ടിട്ടുണ്ട്, അതേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. വീനെക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി മെഷർമെൻ്റ് എല്ലാം നമ്മൾ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് ഞാൻ 15 ഇഞ്ച്. അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 14 ഇഞ്ചേ വരുള്ളൂ. ഫ്രണ്ട് പാർട്ടിന് എപ്പോഴും നമ്മൾ 1 ഇഞ്ച് കൂടുതൽ കൊടുക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക അതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 പീസ് നമുക്ക് കിട്ടും. ഇനി ഇതൊക്കെ നമ്മൾ ഈ പീസുകളൊക്കെ മറ്റേ മെയിൻ തുണിയിലേക്ക് നമ്മൾ വെച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട് പാർട്ടിലേക്ക് നമ്മൾ വെച്ച് അതിൻ്റെ നെക്ക് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് മറച്ചെടുക്കുമല്ലോ. അപ്പോൾ അതുപോലെ ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്തെടുക്കുക. ഞാൻ എല്ലാത്തിനും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതുപോലെ അതിൻ്റെ നെക്കുകളും അതുപോലെ എല്ലാ പാർട്സും ഞാൻ അതിൽ വെച്ചു കേട്ടോ. എന്നിട്ട് ഇനി അതിൻ്റെ സൈഡിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ സ്ലീവ്ലെസ് ആണ്. അപ്പോൾ ഞാനിതിനൊരു ക്രോസ് പീസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കില്ലേ, അതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ നെക്കും ഷോൾഡറും അതിൻ്റെ സൈഡിൽ സിപ്പാണ് വെച്ച് കൊടുത്തത്, ബാക്കിൽ ഓപ്പൺ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ.
എന്നിട്ട് ഞാൻ എല്ലാം തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൽ പറയില്ല എന്ന് പറഞ്ഞല്ലോ, സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു ബോ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ബോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതുപോലെ 10 ഇഞ്ച് വീതിയിലും 10 ഇഞ്ച് നീളത്തിലും ഒരു പീസ് ഞാനെടുത്തു, സ്ക്വയർ. അപ്പോൾ അത് ആ ഒരു പീസിൽ ഞാൻ ഫ്യൂസിങ് പേപ്പർ വെച്ച് ഒട്ടിച്ചു, കുറച്ചൊന്ന് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക, രണ്ടായിട്ട് മടക്കുക. ഇതൊരു 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചെടുക്കണം ആ ഭാഗത്തോടെ കേട്ടോ. അതിന് മുമ്പായിട്ട് മുകളിലേക്കും അതിൻ്റെ നടുവിൽ കുറച്ച് ഗ്യാപ്പ് വിടണം കേട്ടോ. ആ ബോ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പുറത്തേക്ക് എടുക്കണ്ട. അതിന് വേണ്ടി നമ്മൾ ആ ഒരു ഭാഗം വിട്ടിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക. കണ്ടോ, ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു കേട്ടോ, ഇതുപോലെ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ തയ്ച്ചിട്ടില്ല. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ ആ സെൻറ്ററിലേക്ക് കൊണ്ടുപോവുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. സെൻറ്ററിലേക്ക് ഇതുപോലെ കൊണ്ടുപോവാം. അപ്പോൾ സെൻറ്ററിൽ വരുമ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതൊരുപോലെ വെച്ചിട്ട് ആ 2 സൈഡിലും കണ്ടോ, ഞാൻ ഈ ചോക്ക് കൊണ്ട് വരയ്ക്കുന്ന ആ ഒരു ഏരിയയിൽ തയ്ച്ചു കൊടുക്കുക, 1/2 ഇഞ്ചിൽ. അതുപോലെ തന്നെ ഇപ്പുറത്തും നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ തയ്ച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ആ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. ഇനി നമ്മുടെ ആ ഒരു സെൻറ്ററിൽ ആ ഭാഗത്തോടെ നമ്മളത് പുറത്തേക്ക് എടുക്കില്ലേ, അതുപോലെ പുറത്തേക്ക് എടുക്കുക. എന്തായാലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു എഡ്ജുകളൊക്കെ ഒന്ന് വിടർത്തി ഒന്ന് എടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ എന്നിട്ട് നമുക്ക് വിടർത്തി എടുക്കുമ്പോൾ 9 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടണം. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തു, ഇതുപോലെ. എന്നിട്ട് ആ പകുതിയിൽ ഇതുപോലെ നമ്മൾ ആ ഒരു ബോ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ വരില്ലേ, ഇതുപോലെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഒന്ന് ചുരുങ്ങി ഇതാവാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലൊരു ചെറിയൊരു ഡോറി ഉണ്ടാക്കുക. ഡോറി പിന്നിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇതുപോലൊരു പീസ് തുണിയെടുത്തു. അതിന് 4 ഇഞ്ചാണ് അതിൻ്റെ വീതി കേട്ടോ. അപ്പോൾ 4 എണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഭാഗം ഫോൾഡഡ് ഒന്നും ആവണ്ട, ഞാൻ എടുത്തപ്പോൾ അങ്ങനത്തെ ഒരു പീസ് എടുത്തു എന്ന് മാത്രം. അപ്പോൾ 4 പീസ് ഞാൻ എടുത്തു. അതിന് ശേഷം ഒരു 15 ഇഞ്ച് നീളത്തിൽ ആ ഒരു ഇതിന് ബോയ്ക്കൊരു വള്ളി കിട്ടാൻ വേണ്ടിയിട്ട് 15, ഇവിടെ 1.5 ഇഞ്ച്, ഈ സൈഡിൽ 1.5 ഇഞ്ചും ഈ സൈഡിൽ ഒരു 3.5 ഇഞ്ചിലും ഞാൻ അടയാളപ്പെടുത്തി ഒന്ന് ചെരിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ. ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരച്ചു കൊടുത്തു കേട്ടോ. വരച്ചു കൊടുത്ത് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തു. നമ്മളിനി ചെയ്യേണ്ടത് ആ ഒരു ഭാഗം നമ്മൾ തയ്ച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ ഭാഗം തയ്ച്ചു കൊടുക്കുക. ആ ഒരു പോയിന്റ് നമ്മൾ തയ്ക്കരുത്. ബാക്കി ചുറ്റോറും ഇതിന് 2 എടുത്ത് മാറ്റണം കേട്ടോ. ഇതുപോലെ 2 എടുത്ത് മാറ്റുക. 2 ചെയ്യുക. ഈ വീഡിയോയിൽ കാണുന്ന ആ ഭാഗത്തോടെ ഫുള്ളായിട്ട് ചുറ്റും തയ്ച്ചു കൊടുക്കുക. ആ ഭാഗത്ത് തയ്ക്കരുത് നമ്മൾ. ആ ഒരു ഭാഗം തുറന്ന് കിടക്കണം. നമുക്കത് പുറത്തേക്ക് എടുക്കാനുള്ളതാണ് കേട്ടോ. മൊത്തം ചുറ്റും തയ്ച്ചു കൊടുക്കുക. ഒരു ഭാഗം 3 ഭാഗം തയ്ച്ചു കൊടുക്കുക, ഒരു ഭാഗം മാത്രം തയ്ക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു 1/2 ഇഞ്ചിൽ നമ്മളിതുപോലെ തയ്ച്ചെടുക്കുക. അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇനി ഞാനതൊരു പെൻസിൽ വെച്ചിട്ട് ഞാനത് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ പുറത്തേക്ക് എടുക്കില്ലേ നമ്മൾ. എന്നിട്ട് അതൊന്ന് കണ്ടോ, ആ 2 പാട്ടും ഇതുപോലെ പുറത്തേക്ക് എടുക്കുക. ആ ഒരു എഡ്ജ് ഒക്കെ ഒന്ന് ഭംഗിയാക്കി കൊണ്ടുവരാം കേട്ടോ. ഒന്ന് കുത്തിയിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് അത് നല്ലപോലെ തേച്ച് കൊണ്ടുവരിക. ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിത് വെച്ച് തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ബോർഡ് അടിയിലേക്ക് ഇത് വെച്ച് കൊടുത്ത് സൂചി നൂലുണ്ടാവുന്ന തുന്നിയെടുക്കുക കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്ത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. താങ്ക്സ്.